ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ ഓണപരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. ഇത് കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ എക്സാമിന്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. പരീക്ഷയിൽ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾക്ക് വേണ്ടി STD6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അതുപോലെ വിഷയങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ STD6 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും അതിൻ്റെ ക്ലാസ്സുകളും ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. പാരിസ്ഥിതിക അവബോധത്തിൻ്റെ കാവ്യലോകം. മലയാള കവിതയിൽ പാരിസ്ഥിതികാവബോധം വളർത്തുന്നതിൽ നിരവധി കവികൾ അവരുടെ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും സുഗതകുമാരിയോളമാകുന്നില്ല. കാടിനും കാട്ടുജീവികൾക്കും മരത്തിനും പുഴയ്ക്കും മണ്ണിനും വേണ്ടി സുഗതകുമാരി എഴുതിയിട്ടുള്ള കവിതകൾ മാത്രം 200-നടുത്ത് വരും. ഏതെങ്കിലും തരത്തിൽ പരിസ്ഥിതി ബന്ധം പുലർത്തുന്നവയാണ് മിക്ക കവിതകളും. പ്രകൃതിയിലെ ജൈവ വൈവിധ്യങ്ങളെയെല്ലാം അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പോരുന്നതാണ് ആ കാവ്യലോകം. മരത്തിനു സ്തുതി, കുറിഞ്ഞിപ്പൂക്കൾ, സൈലന്റ് വാലി, അട്ടപ്പാടിയെ സ്വപ്നം കണ്ടു ഞാനിന്നും, തൈവയ്ക്കൽ, വനരോധനം, തെംസ് നദിയോട്, മരങ്ങൾ, തുലാവർഷപ്പച്ച, കാലിഫോർണിയ കാടുകളിൽ തുടങ്ങി നിരവധി കവിതകൾ പ്രകൃതി സ്നേഹത്തിൻ്റെ വാങ്മയ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതായി എടുത്തു പറയാനുണ്ട്. സൈലന്റ് വാലി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വനപ്രകൃതിയുമായി നിരന്തരം പരിചയിച്ചതിൻ്റെ അനുഭവ സാക്ഷ്യമായി നിൽക്കുന്ന കവിതകൾ തന്നെ ഏറെയുണ്ട്. പരിസ്ഥിതി ഒരു ശാസ്ത്ര വിഷയം എന്ന നിലയ്ക്കല്ല, ജീവനമണ്ഡലം എന്ന നിലയിലാണ് സുഗതകുമാരിയുടെ കവിതകളിൽ നിറയുന്നത്. അതുകൊണ്ടാണ് മനുഷ്യനുള്ള അത്രയും പ്രാധാന്യം ആനയ്ക്കും സിംഹവാലൻ കുരങ്ങിനും നായയ്ക്കും എലിക്കും കാക്കയ്ക്കും മരത്തിനും പുല്ലിനും മലയ്ക്കും പുഴയ്ക്കും കവി നൽകുന്നത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം എ, മലയാള കവിതയിൽ ഏത് മേഖലയിലാണ് സുഗതകുമാരി കൂടുതലായി ഇടപെട്ടിട്ടുള്ളത്? എ, ദേശഭക്തി വളർത്തുന്നതിൽ, ബി, പാരിസ്ഥിതിക അവബോധം വളർത്തുന്നതിൽ, സി, സ്നേഹഗായിക എന്ന നിലയിൽ, ഡി, കടലോര ജീവിതം ആവിഷ്കരിക്കുന്നതിൽ. ഇതിൽ ബി, പാരിസ്ഥിതിക അവബോധം വളർത്തുന്നതിൽ എന്നതാണ് ശരിയായ ഉത്തരം. ചോദ്യം ബി, താഴെ കൊടുത്തവയിൽ സുഗതകുമാരിയുടെ കവിതയല്ലാത്തത് ഏത്? കുറിഞ്ഞിപ്പൂക്കൾ, തുലാവർഷപ്പച്ച, മഗ്ദലന മറിയം, വനരോധനം. മഗ്ദലന മറിയമാണ് സുഗതകുമാരിയുടേത് അല്ലാത്തത്. ചോദ്യം സി, സുഗതകുമാരിയുടെ കവിതകളുടെ പ്രത്യേകതയായി ഉയർത്തിക്കാട്ടുന്നത് താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ്? 1, പ്രകൃതിയിലെ ജൈവ വൈവിധ്യങ്ങളെയൊന്നും ഉൾക്കൊള്ളാൻ അവർക്കായില്ല. 2, നിരവധി കവിതകളിൽ പ്രകൃതി സ്നേഹം നിറഞ്ഞു നിൽക്കുന്നതായി കാണാം. 1 ശരി, 1ഉം 2ഉം ശരി, 2 ശരി, 1ഉം 2ഉം തെറ്റ്. ഇതിൽ 2 മാത്രമാണ് ശരി, അതായത് ഓപ്ഷൻ സി ആണ് ശരി. ചോദ്യം ഡി, വായനാ ഭാഗത്തിലെ ആശയങ്ങളെ ക്രമപ്പെടുത്തിയാൽ ശരിയാകുന്ന ക്രമം. 1, സൈലന്റ് വാലി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതിൻ്റെ അനുഭവം സുഗതകുമാരിക്കുണ്ട്. 2, പ്രകൃതിയിൽ എല്ലാറ്റിനും വേണ്ടി നിലകൊണ്ട കവിയായിരുന്നു സുഗതകുമാരി. 3, മനുഷ്യനുള്ളത്ര പ്രാധാന്യം തന്നെ മറ്റു ജീവജാലങ്ങൾക്കുമുണ്ടെന്ന് സുഗതകുമാരി മനസ്സിലാക്കി. 4, പരിസ്ഥിതി വിഷയം ഒരു ശാസ്ത്ര വിഷയം മാത്രമല്ലെന്ന് സുഗതകുമാരിക്ക് അറിയാമായിരുന്നു. എ 1 2 3 4, ബി 2 3 4 1, സി 2 1 4 3, ഡി 3 4 1 2. ഒന്നുകൂടി നിങ്ങൾ വായനാഭാഗം വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ശരിയായിട്ടുള്ള ക്രമം ഏതാണെന്ന് ശരിക്ക് കിട്ടും. ഇതിൽ ഓപ്ഷൻ എ 1 2 3 4 എന്നതാണ് ശരിയായ ഉത്തരം. പ്രവർത്തനം 2, പോസ്റ്റർ. അതിലെ എ ചോദ്യം, കേരളത്തിലെ ഗ്രന്ഥശാലകൾക്ക് 200 വർഷത്തിനടുത്ത ചരിത്രമുണ്ട്. സെപ്റ്റംബർ 14 ഗ്രന്ഥശാലാ ദിനത്തോടനുബന്ധിച്ച് വിദ്യാലയത്തിൽ നടത്താവുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാവാം? സ്കൂളിൽ പ്രദർശിപ്പിക്കാനായി പോസ്റ്റർ തയ്യാറാക്കുക. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ഒരു ബോർഡറൊക്കെ വരച്ചു കൊടുക്കുക. വായനയാണ് ലഹരി. സെപ്റ്റംബർ 14 ഗ്രന്ഥശാലാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. കേരളത്തിലെ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് 200ഓളം വർഷത്തെ സന്നദ്ധ ചരിത്രമുണ്ട്. സ്കൂൾ ലൈബ്രറി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ വിദ്യാലയത്തിൽ നടക്കുന്ന വിപുലമായ പുസ്തക പ്രദർശനത്തിലേക്കും വായനാ വാരത്തിലേക്കും ഏവർക്കും സ്വാഗതം. തീയതി സെപ്റ്റംബർ 14. സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയം. സംഘാടനം വിദ്യാരംഗം കലാസാഹിത്യവേദി. ഇതിലെ ചോദ്യം ബി, മാതൃഭാഷയെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? 1, മാതൃഭാഷ എന്ന വാക്കിൽ അർത്ഥം മാത്രമല്ല ഭാവവും അടങ്ങിയിരിക്കുന്നു. 2, തീക്ഷ്ണമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ മാതൃഭാഷയ്ക്ക് പങ്കില്ല. 3, അനുഭവങ്ങൾക്കപ്പുറം അനുഭൂതിയും നൽകാൻ കഴിയുന്നത് മാതൃഭാഷയ്ക്കാണ്. 4, ഭാവനാപരമായ ഒരു ജീവിതത്തിന് മാതൃഭാഷയുടെ ആവശ്യമില്ല. ഓപ്ഷൻ എ 1 മാത്രം ശരി, ഓപ്ഷൻ ബി 3 മാത്രം ശരി, ഓപ്ഷൻ സി 1ഉം 3ഉം ശരി, ഓപ്ഷൻ ഡി 2ഉം 4ഉം ശരി.
ഇതിൽ രണ്ടാമത്തെയും നാലാമത്തെയും ആണ് ശരിയല്ലാത്ത പ്രസ്താവന. അതായത് 2ഉം 4ഉം ശരി, അഥവാ മാതൃഭാഷയെ സംബന്ധിച്ച് ശരിയല്ലാത്തത് 2ഉം 4ഉം ആണ്. അതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ചോദ്യം സി, താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന ഏത്? എ, കണക്ക് പരീക്ഷയിൽ ഒന്നാമനായത് അവൻ്റെ കുശലത്വം കൊണ്ട് മാത്രമാണ്. ബി, കളിയിലുള്ള കുശലത്വമാണ് അവരെ വിജയിക്കാൻ സഹായിച്ചത്. സി, കുശലത്വം ആവശ്യമില്ലാത്ത കളിയാണ് ചെസ്സ്. ഡി, ശില്പിയുടെ കുശലത്വം ശില്പങ്ങളിൽ മനസ്സിലാക്കാം. ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. കുശലത്വം ആവശ്യമുള്ള കളിയാണ് ചെസ്സ് എന്ന് പറയുന്നത്. അടുത്ത പ്രവർത്തനം, ചുവടെ കൊടുത്ത 3A 3B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. ആദ്യം 3A നോക്കാം. വിശകലന കുറിപ്പ്. നന്മ മലയാളം. ഞാനുമീ മണ്ണിൻ്റെ അവകാശിയാണെന്ന് 4 പേർ കേൾക്കെ പറയുവാൻ കുഞ്ഞേ നിനക്കുമുണ്ടൊരു ഭാഷ വരമായി മരണമില്ലാത്ത മലയാളം. ബാലമുരളീകൃഷ്ണൻ TR എഴുതിയ വരികളാണ്. അക്കഴുത്തിലെ നാനാവർണവും നറുനീരിനുൾക്കുളിരൊലിയും ചേർന്നെന്നുമീ മലയാളം മധുരിക്കുന്നു പച്ചക്കിളി നിൻ കൊക്കാഴ്ത്തുന്ന മലരും കനിയും ഉൾത്തേനുമീ മലയാളം. ഒളപ്പമണ്ണയുടെ പഞ്ചവർണ്ണ കിളി എന്ന കവിതയിൽ നിന്നുള്ള 4 വരികളാണ്. മുകളിൽ നൽകിയ കവിതാഭാഗങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മണ്ണും മനുഷ്യനും ഭാഷയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഞാനും ഈ മണ്ണിൻ്റെ അവകാശിയാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ മലയാളിയായ തനിക്ക് കരുത്തു നൽകുന്നത് മാതൃഭാഷയാണ്. മരണമില്ലാത്ത, എന്നും പുതുമയോടെ നിലനിൽക്കുന്ന ഒരു വരമായിട്ടാണ് കവി മലയാള ഭാഷയെ കാണുന്നത്. ചുറ്റുമുള്ള 4 പേർ കേൾക്കെ സ്വന്തം ഭാഷയെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കാൻ ഇത് പ്രേരിപ്പിക്കുന്നു. ഭാഷയുടെ സൗന്ദര്യവും മാധുര്യവും പ്രകൃതിയിലെ ദൃശ്യങ്ങളോട് ഉപമിച്ചാണ് ഒളപ്പമണ്ണ അവതരിപ്പിക്കുന്നത്. മലയാളം കേൾക്കുമ്പോൾ അക്ഷരങ്ങളിലെ വൈവിധ്യമാർന്ന വർണ്ണങ്ങളും നൂറ് കിരണങ്ങളുടെ തിളക്കവും അനുഭവപ്പെടുന്നു. പച്ചക്കിളിയുടെ കൊക്കിൽ നിന്നും വീഴുന്ന മധുരമുള്ള പഴം പോലെയും സുഗന്ധമുള്ള പൂക്കൾ പോലെയും മലയാളം ആസ്വാദകന് മധുരവും കുളിർമയും സമ്മാനിക്കുന്നു. പ്രകൃതിയും ഭാഷയും ഒന്നായി മാറുന്ന മനോഹരമായ കാവ്യാന്തരീക്ഷം ഇവിടെ കാണാം. ഈ 2 കവിതകളും മാതൃഭാഷയോടുള്ള ആദരവും സ്നേഹവും ഉണർത്തുന്നവയാണ്. ബാലമുരളീകൃഷ്ണ ഭാഷയുടെ ആത്മവിശ്വാസത്തെയും നിലനിൽപ്പിനെയും കുറിച്ച് പാടുമ്പോൾ ഒളപ്പമണ്ണ അതിൻ്റെ പ്രകൃതിപരമായ സൗന്ദര്യത്തെയും മാധുര്യത്തെയുമാണ് വർണ്ണിക്കുന്നത്. ഇനി 3ൽ ബി നോക്കാം. അഭിപ്രായക്കുറിപ്പ്. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷ തൻ വക്ത്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. വള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷയിൽ നിന്നുള്ള 4 വരികളാണ്. കവിതയിലെ വരികളുടെ ആശയം മനസ്സിലാക്കി അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. ഏതു വലിയ തത്വശാസ്ത്രവും വേദങ്ങളും കവിതകളും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലണമെങ്കിൽ അത് സ്വന്തം മാതൃഭാഷയിലൂടെ, അതാണ് കവിതയിൽ സ്വദേശ തൻ വക്ത്രത്തിൽ നിന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്വന്തം മാതൃഭാഷയിലൂടെ തന്നെ കേൾക്കണം എന്നാണ് മഹാകവി വള്ളത്തോൾ ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത്. ഈ വരികളോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. അന്യഭാഷകളിൽ എത്ര വലിയ അറിവുകൾ ഉണ്ടായാലും അവ നമ്മുടെ മനസ്സിൽ തൊടണമെങ്കിൽ മാതൃഭാഷയുടെ മാധ്യമം ആവശ്യമാണ്. കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ടു വളരുന്ന ഭാഷയ്ക്ക് ചിന്തകളെയും വികാരങ്ങളെയും യഥാർത്ഥ രീതിയിൽ ഉണർത്താൻ സാധിക്കൂ. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പോലും മാതൃഭാഷയിൽ പഠിക്കുമ്പോഴാണ് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാതൃഭാഷ എന്നത് വെറുമൊരു ആശയവിനിമയ ഉപാധി മാത്രമല്ല, മറിച്ച് വിജ്ഞാന സമ്പാദനത്തിനുള്ള ഏറ്റവും മികച്ച വഴി കൂടിയാണെന്ന വലിയൊരു സന്ദേശമാണ് കവി ഇതിലൂടെ നൽകുന്നത്. അടുത്ത പ്രവർത്തനം 4 അതിൽ 4A 4B എന്നീ 2 ചോദ്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. 4A നോക്കാം. ആസ്വാദനക്കുറിപ്പാണ്. പ്രഭാതത്തിൽ എന്നൊരു കവിത അനാമിക ഗേച്ചിൻ്റെ കവിതയാണ്. അത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അത് വായിച്ചു നോക്കാം. വെളിച്ചമേകും ചെങ്കതിരോന്റെ പൊന്നിൻ കിരണവുമായി ചിരിച്ചു നിൽക്കും തെച്ചിപ്പൂവിൻ തുടുത്ത ഇതളുകളായി പറന്നു വന്നൊരു പൂമ്പാറ്റയുടെ പുള്ളിയുടുപ്പുകളായി തെന്നിപ്പാറും കുസൃതിക്കാറ്റിൻ ഒരു നവഗന്ധവുമായി പുതിയ നിറങ്ങൾ, പുതിയ മണങ്ങൾ, പുതിയ വിശേഷവുമായി പുതിയ വിളക്കുകൾ തെളിച്ചുകൊണ്ടീ പ്രഭാതമെത്തുമ്പോൾ മനസ്സിലെത്തി പുതുപുതു ചിന്തകൾ, പുത്തൻ മോഹങ്ങൾ വിരിഞ്ഞു വരുമൊരു ചിന്തകളൊക്കെ കുറിച്ചു വെച്ചപ്പോൾ വരികൾക്കിടയിൽ മറഞ്ഞിരുന്നൊരു കവിത ചിരിക്കുന്നു. പ്രഭാതവർണ്ണന നിറഞ്ഞു നിൽക്കുന്ന ഈ കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. പ്രകൃതിയുടെ മനോഹരമായൊരു പ്രഭാത കാഴ്ചയെയും അത് മനുഷ്യൻ്റെ മനസ്സിൽ ഉണർത്തുന്ന പുതിയ ചിന്തകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന മനോഹരമായൊരു കവിതയാണ് അനാമിക KH രചിച്ച പ്രഭാതത്തിൽ എന്ന കവിത. പ്രഭാത വർണ്ണനയിലൂടെ ആരംഭിച്ച് കാവ്യരചനയുടെ ആനന്ദത്തിൽ അവസാനിക്കുന്നതാണ് ഈ കവിതയുടെ ഘടന. പ്രഭാതത്തിൻ്റെ വരവോടെ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെ വളരെ ലളിതമായി കവി വിവരിക്കുന്നു. സൂര്യൻ്റെ പൊന്നിൻ കിരണങ്ങൾ വെളിച്ചമേകുന്നു.
പുഞ്ചിരിച്ചു നിൽക്കുന്ന തെച്ചിപ്പൂവിൻ്റെ തുടുത്ത ഇതളുകളും പറന്നുവരുന്ന പൂമ്പാറ്റയുടെ പുള്ളിയുടുപ്പുകളും പ്രഭാതത്തെ വർണ്ണാഭമാക്കുന്നു. തെന്നിപ്പറക്കുന്ന കുസൃതിക്കാറ്റ് ഒരു പുതിയ ഗന്ധവുമായി വരുന്നു. ഈ പ്രഭാതം വെറുമൊരു പുലരിയല്ല, മറിച്ച് പുതിയ നിറങ്ങളും പുതിയ മണങ്ങളും പുതിയ സവിശേഷതകളും നിറഞ്ഞതാണ്. പുതിയ വിളക്കുകൾ തെളിയിച്ചുകൊണ്ട് പ്രഭാതം എത്തുമ്പോൾ മനുഷ്യന്റെ മനസ്സിലേക്ക് പുതുപുത്തൻ ചിന്തകളും പുത്തൻ മോഹങ്ങളും കടന്നു വരുന്നു. വിരിഞ്ഞു വരുന്ന ആ ചിന്തകളെല്ലാം കുറിച്ചു വെക്കാൻ തുടങ്ങിയപ്പോൾ വരികൾക്കിടയിൽ ഒളിച്ചിരുന്ന ഒരു കവിത പുഞ്ചിരിയോടെ പുറത്തു വരുന്നു എന്ന് കവി സമർത്ഥിക്കുന്നു. പ്രകൃതിയുടെ ഉണർവ് മനുഷ്യന്റെ സർഗാത്മകതയെ ഉണർത്തുന്നു എന്ന ഉദാത്തമായ ആശയമാണ് കവിത മുന്നോട്ട് വെക്കുന്നത്. വളരെ ലളിതവും ഒഴുക്കുള്ളതുമായ പദാവലിയാണ് കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചെങ്കതിരോന്റെ പൊന്നിൻ കിരണങ്ങൾ, തുടുത്ത ഇതളുകൾ, പുള്ളിയുടുപ്പുകൾ, കുസൃതിക്കാറ്റ് തുടങ്ങിയ പ്രയോഗങ്ങൾ വായനക്കാരനിൽ മനോഹരമായ ദൃശ്യവിസ്മയം തീർക്കുന്നു. കാറ്റിനെ കുസൃതിക്കാരനായും കവിതയെ ചിരിക്കുന്നൊന്നായും ചിത്രീകരിച്ചിരിക്കുന്നത് കവിതയ്ക്ക് ജീവൻ നൽകുന്നു. ഇനി അല്ലെങ്കിൽ അടുത്ത പ്രവർത്തനമാണ് ഈ 4 എ അല്ല 4B കേട്ടോ. ഇത് ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി, നമുക്ക് രണ്ടും നോക്കാം. 4Bയും ആസ്വാദനക്കുറിപ്പ് തന്നെയാണ്. വിളിച്ചാൽ നീ വരുമെങ്കിൽ എന്നൊരു കവിതയാണ്. വിളിക്കുമ്പോൾ വരാറുള്ള കിളിക്കുഞ്ഞെ, നിനക്കിപ്പോൾ മഴത്തുള്ളി ചിഞ്ചിലങ്ങൾ പഠിക്കാനുണ്ടോ? കിഴക്കെങ്ങാൻ പെയ്തു തോരും മഴപ്പാട്ടിൻ മുഴക്കങ്ങൾ കിളിക്കൂട്ടിൽ കാതോർത്ത് കിടക്കാറുണ്ടോ? വടക്കെങ്ങാൻ കതിർ തേടി പറക്കുന്ന കിളിക്കൂട്ടം വിരുന്നെത്തും സായാഹ്നം കൊതിക്കാറുണ്ടോ? പടിഞ്ഞാറൻ കടൽക്കാറ്റാർത്തിരമ്പുന്ന താളമേളം കുളിർ പെയ്യും പൂനിലാവിൽ ലയിക്കാറുണ്ടോ? ഇത് PK ഗോപി എഴുതിയ വരികളാണ്. കവിതയുടെ ആശയം, മനോഹരമായ പ്രയോഗങ്ങൾ എന്നിവ കണ്ടെത്തി നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കൂടി ചേർത്ത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. PK ഗോപി രചിച്ച ഈ കവിത പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ഉത്തരവാദിത്തത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. വൃക്ഷങ്ങൾ ഭൂമിയുടെ ജീവൻ തന്നെയാണെന്നും അവയെ നശിപ്പിക്കുന്നത് മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുമെന്നും കവി ഓർമ്മിപ്പിക്കുന്നു. വിളിച്ചാൽ നീ വരുമെങ്കിൽ, വിളിക്കുമ്പോൾ വരാതുള്ള കിളിക്കുഞ്ഞെ എന്ന വരികളിലൂടെ പ്രകൃതിയുടെ നിസ്സഹായതയും മനുഷ്യന്റെ അനാസ്ഥയും കവി അവതരിപ്പിക്കുന്നു. മരങ്ങൾ വെട്ടിമാറ്റുന്നതിലൂടെ പക്ഷികൾക്ക് കൂടൊരുക്കാൻ പോലും ഇടമില്ലാതാകുന്ന ദുരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. കവിതയിൽ പ്രകൃതിയോടുള്ള സ്നേഹവും കരുതലും നിറഞ്ഞിരിക്കുന്നു. ലളിതമായ ഭാഷയും മനോഹരമായ ദൃശ്യബിംബങ്ങളും കവിതയെ ഹൃദയസ്പർശിയാക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകത വായനക്കാരന്റെ മനസ്സിൽ ശക്തമായി പതിപ്പിക്കാൻ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഓരോ മനുഷ്യന്റെയും കടമയാണെന്ന മഹത്തായ സന്ദേശം നൽകുന്ന മികച്ച കവിതയാണ് ഇത്. അടുത്ത ചോദ്യം, ലഘു ഉപന്യാസം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ് കേട്ടോ. വായിക്കുന്നതും അറിവ് നേടുന്നതും നമ്മുടെ എല്ലാം ജീവിത വിജയത്തിന് കാരണമാകുന്നില്ലേ? വായനയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ലഘു ഉപന്യാസം തയ്യാറാക്കുക. മനുഷ്യന്റെ ബൗദ്ധികവും മാനസികവുമായ വളർച്ചയ്ക്ക് വായന ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. വായനയിലൂടെ മാത്രമാണ് ഒരു വ്യക്തിക്ക് അറിവ് നേടാനും ലോകത്തെ കൂടുതൽ നന്നായി മനസ്സിലാക്കാനും സാധിക്കുന്നത്. വെറുതെ പ്രായം കൊണ്ട് വളരുന്നതിലല്ല, മറിച്ച് അറിവുകൊണ്ട് വിളയുന്നതിലാണ് മനുഷ്യജീവിതത്തിന്റെ വിജയം. പുസ്തകങ്ങൾ അറിവിന്റെ ലോകത്തേക്കുള്ള വാതിലുകളാണ്. ചരിത്രം, ശാസ്ത്രം, സംസ്കാരം, സാഹിത്യം തുടങ്ങി വിവിധ മേഖലകളെക്കുറിച്ചുള്ള അറിവ് വായനയിലൂടെ നമുക്ക് ലഭിക്കുന്നു. വായന നമ്മുടെ ചിന്താശേഷിയെ ഉണർത്തുകയും ഭാവനയെ വികസിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു കഥ വായിക്കുമ്പോൾ നമ്മൾ ആ കഥാപാത്രങ്ങൾക്കൊപ്പം ജീവിക്കുകയാണ് ചെയ്യുന്നത്. നല്ല പുസ്തകങ്ങൾ നല്ല ചിന്തകളെ ഉണർത്തുന്നു. അത് നമ്മെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റാൻ സഹായിക്കുന്നു. ഭാഷാശുദ്ധിയും ആശയവിനിമയ ശേഷിയും വർദ്ധിപ്പിക്കാൻ വായന സഹായിക്കും. ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന ഇന്നത്തെ തലമുറ വായനയിൽ നിന്ന് അകന്നു പോവുകയാണ്. ഫോൺ സ്ക്രീനുകളിലേക്ക് ചുരുങ്ങുന്ന ഇന്നത്തെ ലോകത്ത് പുസ്തകങ്ങളെ വീണ്ടും കൂട്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. വായിച്ചു വളരുക എന്ന സന്ദേശം ഉൾക്കൊണ്ട് നമുക്ക് വായനയെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. അടുത്ത പ്രവർത്തനം നോക്കാം. ചോദ്യം 6 വായനക്കുറിപ്പ്. ശന്തനുവിന്റെ പക്ഷികൾ എന്ന പാഠഭാഗം വായിച്ചല്ലോ. പ്രകൃതിയിലെ കൗതുകകരവും മനോഹരവും മായികവുമായ കാഴ്ചയുടെ വിവരണങ്ങൾ നിറഞ്ഞ ഈ കഥ നിങ്ങൾക്കിഷ്ടമായല്ലോ. അതുപോലെ നിങ്ങൾ വായിച്ച ഏതെങ്കിലും കഥയുടെ വായനക്കുറിപ്പ് തയ്യാറാക്കുക. ഞാനൊരു ഉദാഹരണം ഇവിടെ കൊടുക്കുന്നുണ്ട്. കഥ ഭൂമിയുടെ അവകാശികൾ. എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള സാഹിത്യത്തിലെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മനോഹരമായൊരു കഥയാണ് ഭൂമിയുടെ അവകാശികൾ. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചും പരിസ്ഥിതി ബോധത്തെക്കുറിച്ചും സംസാരിക്കുന്ന ലളിതവും എന്നാൽ ആഴമേറിയതുമായ കൃതിയാണിത്. താൻ പണം കൊടുത്തു വാങ്ങിയ പറമ്പും അതിലെ തെങ്ങുകളും മരങ്ങളും തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് കരുതുന്ന എഴുത്തുകാരനിലാണ് കഥ തുടങ്ങുന്നത്.
എന്നാൽ പറമ്പിലെ തേങ്ങയും പഴങ്ങളും തിന്നാനെത്തുന്ന വവ്വാലുകൾ, പക്ഷികൾ, അണ്ണാനുകൾ, കാക്കകൾ, പലതരം പ്രാണികൾ എന്നിവയെല്ലാം തങ്ങളുടെ അവകാശം സ്ഥാപിക്കുന്നത് അദ്ദേഹം കാണുന്നു. ആദ്യമൊക്കെ ഇതിൽ ദേഷ്യം തോന്നുമെങ്കിലും പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ തുല്യ അവകാശമുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. മനുഷ്യൻ ഈ ഭൂമിയുടെ ഏക ഉടമസ്ഥനല്ല എന്ന വലിയ സത്യമാണ് ബഷീർ ഈ കഥയിലൂടെ പറയുന്നത്. കാക്കകളും വവ്വാലുകളും പാമ്പുകളുമെല്ലാം മനുഷ്യനെ പോലെ തന്നെ ഭൂമിയുടെ അവകാശികളാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യന് ഇതൊരു വലിയ പാഠമാണ്. ലളിതമായ ഭാഷയും നർമ്മം കലർന്ന ശൈലിയും കഥയെ ഏറെ ആകർഷകമാക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളോട് കരുണ കാണിക്കാനും പ്രകൃതിയെ സ്നേഹിക്കാനും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. മനസ്സിനെ സ്പർശിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായ ഒരു മികച്ച കഥയാണ് ഇത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ഒരു ചോദ്യപേപ്പറിൽ നോക്കാനായിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നന്നായിട്ട് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ എന്തെങ്കിലും തിരുത്തലുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്